ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ ഒരു കൺഫ്യൂസിങ് ടോപ്പിക്കിനെ പറ്റിയാണ്. ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻസ് ഇൻ ദ കേസ് ഓഫ് വോൾ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദീസ് ടു നമ്പേഴ്സ്. ഒന്ന് 3000 പിന്നെ ഒന്ന് 3000 മീറ്റർ. ഈ എഴുതിയിരിക്കുന്ന വാല്യൂസിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് പലരും ഒരു കൺഫ്യൂസിങ് ടോപ്പിക്കായിട്ടാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക് പ്രത്യേകം പറയാനുള്ള കാരണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൺസിഡർ എ മെഷർമെൻറ്റ് 3000 മീറ്റർ. പല ഗൈഡുകളിലും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. അതായത് 3000 മീറ്റർ നമുക്കറിയാം. ഈ 3000 എന്ന് പറഞ്ഞാൽ ഇതൊരു വോൾ നമ്പറാണ്, പൂർണ്ണസംഖ്യ. ആൻഡ് ഇറ്റ് കംസ് വിത്ത് എ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്, ഇഫ് എ വോൾ നമ്പർ കംസ് വിത്ത് എ യൂണിറ്റ്, ഈ വരുന്ന 3 സീറോസും സിഗ്നിഫിക്കൻ്റ് എന്നാണ് പല ഗൈഡിലും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫോളോ ചെയ്യുന്നത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. NCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഇഫ് എ വോൾ നമ്പർ കംസ് വിത്ത് എ യൂണിറ്റ്, ഇങ്ങനെ യൂണിറ്റായിട്ട് വന്നാലും ഈ എൻഡിൽ വരുന്ന ഈ 3 സീറോസും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. അതുകൊണ്ട് 3000 മീറ്റർ എന്ന മെഷർമെൻറ്റിൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അത് മറ്റാരുമല്ല, 3 മാത്രമാണ് സിഗ്നിഫിക്കൻറ്റ്. ബാക്കി വരുന്ന ഈ 3 സീറോസും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. റൈറ്റ്. ഇനി കൺസിഡർ 3000. ഇവിടെ യൂണിറ്റ് ഒന്നുമില്ല, വെറുതെ 3000. മനസ്സിലാക്കുക, 3000 ഇങ്ങനെ എഴുതി കണ്ടാൽ ഇത് മനസ്സിലാക്കേണ്ടത് ഇതൊരു ആക്യുറേറ്റ് വാല്യൂ ആണ്. And for an accurate value, the number of significant figures is infinite എന്നാണ്. ഇറ്റ്സ് ക്ലിയർ. ഇവിടെ പ്രത്യേകം വീണ്ടും റിപ്പീറ്റ് ചെയ്യണു. നിങ്ങൾ ഓർക്കേണ്ടത്, വി ആർ ഫോളോയിങ് NCERT ടെക്സ്റ്റ് ബുക്ക്. ആസ് പെർ ദി NCERT ടെക്സ്റ്റ് ബുക്ക്, if a whole number comes with or without a unit, if a whole number comes with a unit, എൻഡിൽ വരുന്ന സീറോസ് ഒന്നും തന്നെ എന്താ എടുക്കാൻ പാടില്ല, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എടുക്കാൻ പാടില്ല. അപ്പോൾ 3000 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 സിഗ്നിഫിക്കൻറ്റ് നമ്പർ. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ദറ്റ് ഈസ് 3000 മീറ്റർ. ഞാൻ പറഞ്ഞു NCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഈ 3 സീറോസും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് പറഞ്ഞു. ഇനി ചില സിറ്റുവേഷനിൽ ദീസ് സീറോസ് മേ ബിക്കം സിഗ്നിഫിക്കൻറ്റ്. അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ടിനെ ബേസ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, മെഷർമെൻ്റ് എടുക്കാൻ നമ്മൾ ഉപയോഗിച്ച ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് 1 മീറ്റർ എന്ന് വിചാരിക്കുക. ലീസ്റ്റ് കൗണ്ട് 1 മീറ്റർ ആണെങ്കിൽ ഇൻ 3000 മീറ്റർ ഈ എല്ലാ സീറോസും എന്തായിരിക്കും, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിനെ സയൻറ്റിഫിക്കായി നമ്മളിങ്ങനെ എഴുതണം. 3.000 ഇൻറ്റു 10⁻³ മീറ്ററിന് എഴുതണം. സോ ദിസ് മെഷർമെൻറ്റ് കണ്ടെയ്ൻസ് 4 നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇനി മെഷർ ചെയ്യാൻ ഉപയോഗിച്ച ഇൻസ്ട്രുമെൻ്റ് ലീസ്റ്റ് കൗണ്ട് 10 മീറ്റർ ആണെന്ന് വിചാരിക്കുക. 10 മീറ്റർ ആണെങ്കിൽ 3000 മീറ്റർ എന്ന മെഷർമെൻറ്റിൽ ഈ സീറോ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കില്ല, ബാക്കി വരുന്ന ഈ 2 സീറോസും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ മെഷർമെൻറ്റിനെ സയൻറ്റിഫിക്കായി ഇങ്ങനെ എഴുതാം: 3.00 ഇൻറ്റു 10⁻³ മീറ്റർ. So it contains 3 number of significant figures. ഇനി ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 100 മീറ്റർ എന്ന് വിചാരിക്കാം. 100 മീറ്റർ ആണെങ്കിൽ ഇൻ ദ മെഷർമെൻറ്റ് 3000 മീറ്റർ എൻഡിൽ വരുന്ന ഈ 2 സീറോസും സിഗ്നിഫിക്കൻ്റ് അല്ല, ഈ ഒരു സീറോ മാത്രമായിരിക്കും സിഗ്നിഫിക്കൻറ്റ്. ദിസ് 3 is also significant. So it should be scientifically noted as 3.0 into 10⁻³ meter. So this value contains 2 number of significant figures. And if the least count is 1000 meter, അങ്ങനെയാണെങ്കിൽ 3000 മീറ്റർ എന്ന മെഷർമെൻറ്റിൽ ഈ 3 സീറോസും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കില്ല. സോ സയൻറ്റിഫിക്കലി അത് നമ്മൾ എങ്ങനെ എഴുതണം, 3 ഇൻറ്റു 10⁻³ മീറ്ററിന് എഴുതണം. സോ ദിസ് മെഷർമെൻറ്റ് കണ്ടെയ്ൻ ഓൺലി 1 നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ലീസ്റ്റ് കൗണ്ട് നൽകി കഴിഞ്ഞാൽ അതിനനുസരിച്ച് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ വാല്യൂ ചേഞ്ച് വരും. ലീസ്റ്റ് കൗണ്ട് ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ എൻഡിൽ വരുന്ന സീറോസ് ഒന്നും തന്നെ എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. Hope you are clear. Thank you.